റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടിയിരിക്കുകയാണ് രോഹിത് ഗില്ലെ ജോഡികൾ. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ഏകദിനത്തിൽ രോഹിത്തും ഗില്ലും വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യയാണ് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തത്. രോഹിത് ഗില്ലെ ജോഡികൾ റെക്കോർഡ് പ്രകടനമാണ് ഓപ്പണിംഗിൽ കാഴ്ചവെച്ചത്. പവർഫുൾ ഓവറുകളിൽ രണ്ടുപേരും അടിച്ചു കളിച്ചു. സിക്സറുകളും ഫോറുകളുമായി ഹിറ്റ്മാൻ നിറഞ്ഞാടി. കുറെ കാലത്തിന് ശേഷമാണ് രോഹിത് ഇന്ന് സെഞ്ചുറി അടിച്ചത്. 212 റൺസിന്റെ റെക്കോർഡ് പാർട്ണർഷിപ്പാണ് രോഹിത് ഗില്ലെ ജോഡികൾ എടുത്തത്. ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യൻ ടീമിന്റെ റെക്കോർഡ് പാർട്ണർഷിപ്പാണ് ഇത്. സേവാഗ്, ഗംഭീർ ജോഡികളെയാണ് ഇപ്പോൾ രോഹിത് ഗില്ലെ ജോഡികൾ വെട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലോക റെക്കോർഡ് ബുക്കിലും രോഹിത് ഇടം പിടിച്ചു. ഇന്ത്യൻ ടീം ആഗ്രഹിച്ച സ്വപ്ന തുടക്കമാണ് ഇന്ന് ഇന്ത്യക്ക് ലഭിച്ചത്. രണ്ടുപേരും സെഞ്ചുറി അടിച്ചു. പിന്നീട് വന്ന കോഹ്ലിയും അടിച്ചു കളിച്ചു. എന്നാൽ ഇഷാൻ നിരാശപ്പെടുത്തി. 25 ഓവറിനുള്ളിൽ തന്നെ ഇന്ത്യ 200 കടന്നിരുന്നു. രോഹിത് ഗില്ല് നൽകിയ ഊർജമാണ് പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ടീമിന് മികച്ചൊരു ടാർഗറ്റ് നൽകിയത്. അവസാന ഓവറുകളിൽ പാണ്ഡ്യയുടെ ഒരു വെടിക്കെട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. താരം ഇന്ന് 50 അടിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഷർദുൽ താക്കൂറും നല്ല കളി കാഴ്ചവെച്ചു. മിഡിൽ ഓർഡറിലാണ് ഇന്ത്യ കുറച്ച് വീക്കായത്. ഇല്ലെങ്കിൽ ഇന്ന് റൺസ് 400 കടന്നേനെ. ഈ ഒരു ഇന്ത്യൻ ടീമിനെ ഏതൊരു ടീമും ഭയന്നേ മതിയാവൂ. അതുപോലത്തെ മികച്ച കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. ന്യൂസിലാൻഡ് ഏകദിനത്തിൽ 1-ാം നമ്പറാണ്. അവരെയാണ് ഇപ്പോൾ ഇന്ത്യ പഞ്ഞിക്കിടുന്നത്. 355 റൺസ് നേടിയതുകൊണ്ട് ഇന്ന് ഇന്ത്യ കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. ഇത്രയും വലിയ ടാർഗറ്റ് ചേസ് ചെയ്യാൻ ന്യൂസിലാൻഡിന് സാധിക്കില്ല. ഇന്നും കൂടി ജയിച്ചാൽ അത് ഇന്ത്യക്ക് ചരിത്ര നേട്ടമാണ്. ശ്രീലങ്കൻ പരമ്പര ഇന്ത്യ തൂത്തുവാരിയിരുന്നു. ഇപ്പോൾ ഇതാ ന്യൂസിലാൻഡ് പരമ്പരയും തൂത്തുവാരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.